പല ആൾക്കാർക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം ഒരു ക്ഷീണമാണ്, ഒരു മൂഡ് ഔട്ടാണ്, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടിയില്ല, ഒരു എനർജി ഇല്ല, മൊത്തത്തിൽ അങ്ങ് തളർന്നു പോയി, കാറ്റഴിച്ചു വിട്ട ബലൂണിൻ്റെ അവസ്ഥയാണ്. സോ ഇങ്ങനെയുള്ള ഒരവസ്ഥ ആകാതിരിക്കാൻ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ദിവസം തുടങ്ങാൻ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ രാവിലെ മാത്രം ശ്രദ്ധിക്കണം. മോർണിംഗ് റൂട്ടീൻ, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളുടെ അന്നത്തെ ദിവസം മൊത്തം സ്പോയിലാവുന്നത്. സോ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, രാവിലെ എണീക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സമയം നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അതായത് രാവിലെ കൃത്യമായിട്ട് ഒരേ ടൈമിൽ തന്നെ നമ്മൾ എണീറ്റ് ശീലിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ക്ലോക്ക് അല്ലെങ്കിൽ പറയുന്ന ടൈം ബേസ് ഈ സാധനം നമുക്ക് ആവശ്യമില്ല. അലാറം വെക്കാണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എണീക്കാൻ പറ്റും. കാരണം നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് തന്നെ നമുക്ക് ആ കൃത്യസമയത്തിന് എണീപ്പിക്കും. സമയമായി മോനെ എണീറ്റോ എന്നുള്ളത് നമ്മുടെ ബോഡി തന്നെ നമ്മളോട് പറയും. അത് നമ്മൾ എത്ര വലിയ ഡീപ്പ് സ്ലീപ്പിനകത്താണെങ്കിൽ പോലും സമയമായിട്ടോ എണീറ്റോ എന്ന് പറഞ്ഞ് നമ്മൾ കൃത്യ ആ നേരത്തെ തന്നെ എണീറ്റിരിക്കും. എങ്ങനെ? രാത്രി ഒരുപാട് വൈകിട്ട് നമ്മൾ കടന്നിട്ടില്ലെങ്കിൽ. അങ്ങനെ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നല്ല എനർജറ്റിക് ആയിട്ട് പോകും. അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരയ്ക്ക് ഉറക്കം തൂങ്ങിയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം പിന്നെ സാധാരണ രീതിയിൽ നമുക്ക് ഉറക്കം വരുമല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഈ ചായ, കാപ്പി, കണ്ണി കണ്ട വെള്ളമൊക്കെ കുടിക്കുന്നതിന് പകരം ശുദ്ധമായിട്ടുള്ള പച്ചവെള്ളം അത് നമ്മൾ കുടിക്കുക. നമ്മുടെ ശരീരത്തിനകത്തുള്ള മെറ്റബോളിസം, നമ്മുടെ എല്ലാ ഉപാപചയ പ്രവർത്തനങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് തുടങ്ങുന്നതിന് വെള്ളം ആവശ്യമാണ്. കാരണം നമ്മൾ രാത്രി ഏകദേശം ഒരു 7 മണി 8 മണി ആ സമയത്ത് ഡിന്നറൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ അധികം വെള്ളം കുടിക്കാറില്ല. രാത്രി ഒരൊറ്റ ഉറക്കമായിരിക്കും മോസ്റ്റ്ലി എല്ലാവരും. അങ്ങനെ ആകുന്ന സമയത്ത് രാവിലെ നമ്മുടെ ശരീരത്തിനകത്ത് വെള്ളമില്ല പറഞ്ഞാൽ വെള്ളമുണ്ട്, പക്ഷേ നമ്മൾ കുടിച്ച വെള്ളം, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പുതിയ വെള്ളം ഇല്ല. സോ വെള്ളം അകത്തോട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിൻ്റെ അകത്തുള്ള കുറച്ച് മാലിന്യങ്ങളും കുറച്ച് ക്ലീനിങ് വർക്കുകളും എല്ലാം ഒരു എന്താ പറയുക, സ്റ്റാർട്ടിങ് ട്രബിളും ഉണ്ടായിരിക്കത്തില്ല. അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ അങ്ങനെ കിരികിരിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഈ ഒരു പരിപാടി ബോഡിക്ക് ഉണ്ടാവില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ശരീരത്തിൽ രാവിലെ തന്നെ, ഹൈഡ്രേറ്റ് ചെയ്യുക. ഇത് ഡൈജഷനും ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീൻ ടൈമാണ്. പലപ്പോഴും പല ആൾക്കാരും നേരെ മൊബൈൽ എടുത്താണ് തുടങ്ങും. അതായത് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഉറക്കത്തിൽ നിന്ന് കണ്ണ് പോലും മെഴിക്കുന്നതിന് മുമ്പ് തിരയുന്ന സാധനം നമ്മുടെ ടാബ്ലറ്റ് അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഈ സാധനങ്ങളായിരിക്കും. ചെയ്യരുത്. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, ന്യൂസുകൾ, സോഷ്യൽ മീഡിയ ഇതിനകത്തോട്ട് പോകരുത്. എടുക്കരുത് എന്നുള്ളത് ഫസ്റ്റ്. ഞാൻ എടുത്തേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്തോട്ടെങ്കിലും പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത്ര ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണെങ്കിൽ ഫസ്റ്റ് 1 അവറിലേക്ക് നിങ്ങൾ ആ പരിപാടിക്ക് പോകരുത്. കാരണം നിങ്ങളുടെ സ്ട്രെസ്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു സാധനം രാവിലെ തന്നെ നിങ്ങൾ കാണരുത്. വളരെ നാച്ചുറലായിട്ടായിരിക്കണം നിങ്ങൾ ഉണർന്നു വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ടെൻഷനുകൾ, ആങ്സൈറ്റി, പ്രഷർ, ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകത്തില്ല. കാരണം രാവിലെ തന്നെ വളരെ പ്ലസൻ്റായിട്ട്, വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങൾ ഉണർന്നു വരുന്നത്. നെഗറ്റീവായിട്ടുള്ള ഒരു സാധനം നിങ്ങളുടെ തലയിലേക്ക് അതുവരേക്ക് കിട്ടിയിട്ടില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നേരെ ചടഞ്ഞുകൂടി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിലേക്ക് തിരിയാതെ ഇതിന് നടുക്ക് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടുവന്നിരിക്കണം. ഓട്ടോ, ചാട്ടോ, നടത്തോ, സ്കിപ്പിങ്ങോ, ഇനിയിപ്പോൾ ജിമ്മിൽ പോകുന്നവരുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടിയോ, ഇതെല്ലാം നിങ്ങളുടെ സ്ട്രെസ്സ്, നിങ്ങളുടെ തലവേദന, നിങ്ങളുടെ ആ ഒരു ശരീരത്തിൻ്റെ മന്ദപ്പ് ഇതൊക്കെ കൊണ്ട് കളയുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ ശരീരത്തിന് എനർജി നൽകുന്ന കാര്യങ്ങളാണ്, സ്ട്രെസ്സ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. കാരണം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ശരീരം നന്നായിട്ട് ഇളകുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ഗുണകരമാകുന്ന ഒരുപാട് നല്ല നല്ല ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഹോർമോണുകൾ നിങ്ങളെ നല്ലൊരു സമയത്തേക്ക് നല്ല ഹാപ്പി ആയിട്ട്, നിങ്ങൾക്ക് ഒരു കാരണം, ഒരു റീസൺ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ഹാപ്പി ആകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കും. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് മെഡിറ്റേഷൻ. എന്തിനാണ് മെഡിറ്റേഷൻ? മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഒരു വലിയൊരു നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. എങ്കിലും നിങ്ങളുടെ മനസ്സിന് ചെറിയൊരു റിലാക്സേഷൻ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മാനസികമായിട്ട് നിങ്ങളൊന്ന് കൂളാവണം, നിങ്ങളുടെ സ്ട്രെസ് ഒന്ന് കുറയ്ക്കണം, നിങ്ങളുടെ ഏകാഗ്രത ഒന്ന് കൂട്ടണം. ഈ പരിപാടിക്ക് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? മനസ്സിനുള്ള വർക്കൗട്ട്, ശരീരത്തിനുള്ള വർക്കൗട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മനസ്സിനുള്ള വർക്കൗട്ട് എന്ന് പറയുകയാണെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനുള്ള കുറച്ച് ടെക്നിക്കുകൾ, കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അത്രയേ ഉള്ളൂ മെഡിറ്റേഷൻ. അതെന്ത് കാര്യവുമാകാം. അതിൽ നിന്ന് മനസ്സിങ്ങനെ വ്യതിചലിച്ച് അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാനായിട്ട് സമ്മതിക്കരുത്. അത്രയേ ഉള്ളൂ. ഒരു കാര്യത്തിൽ ഒരു കുറ്റിയിലങ്ങ് കെട്ടിയിടുക എന്ന് പറയുന്ന പോലെ മനസ്സിനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക. അത്രയേ ഉള്ളൂ. ഇതാണ് മെഡിറ്റേഷൻ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിനപ്പുറത്തോട്ടൊന്നും ചിന്തിച്ച് കാട് കയറണ്ട. നമുക്ക് വേണ്ട മെഡിറ്റേഷൻ ഇത്രയേ ഉള്ളൂ. അടുത്തത് ഈറ്റ് ഹെൽത്തി ന്യൂട്രീഷൻ.
അതായത് ന്യൂട്രീഷൻ നല്ല സാധനം അടങ്ങിയിട്ടുള്ള ഡയറ്റ് ഭക്ഷണങ്ങളായിരിക്കണം നിങ്ങൾ കഴിക്കേണ്ടത്. രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഈ മാഗി പോലുള്ള ചവറ് സാധനങ്ങൾ എടുത്ത് തിന്നാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ഈ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ചിപ്സ് പോലെയുള്ള വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ട് കഴിക്കാൻ നിൽക്കരുത്. എല്ലാ എനർജിയും പ്രോട്ടീനും വൈറ്റമിനും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമീകൃത ആഹാരം, അങ്ങനത്തെ ഒരു സാധനമായിരിക്കണം നിങ്ങൾ രാവിലെ സെലക്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് രാവിലെ നമ്മൾ അടിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, പെട്രോൾ അടിക്കുന്ന പോലെ ശരീരത്തിന് കൊടുക്കുന്ന ആ ഒരു ഫ്യൂല്, ഇതാണ് നിങ്ങളുടെ ആ ഒരു ത്രൂ ഔട്ട് ഡേയിൽ കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇന്ധനം എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചാലും വൈകുന്നേരം കഴിച്ചാലും ആ ഒരു രാവിലത്തേൻ്റെ ഒരു എനർജി നിങ്ങൾക്ക് പിന്നെ കിട്ടില്ല. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ അത് പിന്നെ നമുക്ക് രണ്ടാമത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണല്ലേ നമ്മൾ പറയാറ്. എന്ന് പറഞ്ഞ പോലെ ആ രാവിലത്തെ ഒരു എനർജി പിന്നെ നിങ്ങൾക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഉച്ചയ്ക്കത്തെ കാര്യമാണ്. സോ ഉച്ചയ്ക്ക് നിങ്ങൾ ഓൾറെഡി ടയേർഡായിട്ടായിരിക്കും പിന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. അപ്പോഴേക്കും നിങ്ങൾക്ക് കൂടുതൽ ക്ഷീണം വരിക ചെയ്യുക. ഒന്ന് ഉറങ്ങണം എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് പിന്നെ തോന്നും. സോ ആ രാവിലത്തെ ഭക്ഷണം നല്ല സമീകൃത ആഹാരം ആക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാൻ ദ ഡേ. അതായത് നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെല്ലാം പണികൾ ചെയ്യാനുണ്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അത് പ്രയോറിറ്റി വൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും അർജൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ തൊട്ടിട്ട് താഴത്തോട്ട് വരിക. ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയും കൂടും. ഒരു വലിയ ടാസ്ക് ചെയ്യുന്നതിൻ്റെ ടെൻഷനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഇൻറ്റൻഷൻ ആൻഡ് അഫർമേഷനാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റ ഉടനെ തന്നെ നെഗറ്റീവ് ചിന്തയും കൊണ്ട് നിങ്ങൾ വരാൻ നിൽക്കരുത്. ഒരു തെളിവുമില്ല, ഒരു കാര്യമില്ല എങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് നെഗറ്റീവ് ചിന്തകളാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം പോസിറ്റീവാക്കാൻ പറ്റും? നിങ്ങൾ വളരെ പെസിമിസ്റ്റിക് ആയിട്ടാണ്, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിന്ത തന്നെ മൊത്തം ഓവർ തിങ്കിങ്, നെഗറ്റീവ് തോട്ട്സ്. ഈ ഒരു പരിപാടി രാവിലെ തന്നെ കൊണ്ടുവരരുത് ദയവ് ചെയ്തിട്ട്. അതിന് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ സമയം കണ്ടുപിടിച്ചു രാവിലെ തന്നെ ഈ ഒരു ഭ്രാന്ത് പിടിച്ച ചിന്ത നിങ്ങളുടെ തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം തൊലഞ്ഞ് കിട്ടും, മൊത്തം നശിച്ച് കിട്ടും. അങ്ങനെ ആക്കരുത്. നിങ്ങളുടെ അന്നത്തെ ദിവസം നിങ്ങൾ നശിപ്പിക്കരുത്. അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് രാവിലെ തന്നെ ചെയ്യാം. എന്താണ്? അതായത് മോട്ടിവേഷൻ കിട്ടുന്നതിന്, അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ കിട്ടുന്നതിന്, എൻകറേജ്മെൻറ്റ് കിട്ടുന്നതിന്, നോളജ് കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം? നിങ്ങൾക്ക് വായിക്കാം, നല്ല സ്പീച്ചുകൾ നിങ്ങൾക്ക് കേൾക്കാം, കാണാം. ഇങ്ങനെ നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ ആ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത്. ചില ആൾക്കാർക്ക് വായിക്കുന്നതായിരിക്കും, ചില ആൾക്കാർക്ക് സ്പീച്ച് കേൾക്കുന്നതായിരിക്കും, ചില ആൾക്കാർക്ക് കാണുന്നതായിരിക്കും. എന്തായാലും ശരി, നിങ്ങളുടെ ഗ്രോത്താണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അതിനെന്തെല്ലാം വേണമോ അത് നിങ്ങൾ ചെയ്തിരിക്കണം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, പഠിക്കാൻ ശ്രമിച്ചിരിക്കണം. മരണം വരെ നമ്മൾ ഈ പഠനം എന്ന് പറയുന്ന പരിപാടി അവസാനിപ്പിക്കാൻ പാടില്ല. 10ാമത്തതും അവസാനത്തതുമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ തലേ ദിവസം തന്നെ അടുത്ത ദിവസത്തേക്കുള്ളത് പ്രിപ്പയർ ചെയ്യുക. അതെന്തുമാകാം, വർക്കിൻ്റെ കാര്യമാകാം, നാളെ ചെയ്യേണ്ട ചില കാര്യങ്ങളുടെ കാര്യമാകാം, നാളെ ഫോൺ ചെയ്യേണ്ട ആൾക്കാരുടെ കാര്യമായിരിക്കാം, ഡ്രസ്സ് അലക്കി വെച്ചിട്ടുണ്ട് നാളെ പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ അയൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തലേ ദിവസം തന്നെ അടുത്ത ദിവസത്തേക്ക് നമ്മൾ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ നോക്കുക തലേ ദിവസം നൈറ്റിൽ. ഇത് രാവിലത്തെ ആ ഒരു ടെൻഷനും ആ ഒരു ബത്തപ്പാടും ആ ഒരു ധൃതിയും ആ ഒരു അർജൻസീൻ്റെ ഇടയിൽ മറന്നു പോകില്ല, മിസ്സാവില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്ത് പോകാനും പറ്റും. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ചോറ് വയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് തെർമൽ കുക്കറിനകത്ത് എടുത്ത് വെക്കും. രാവിലെ ആകുമ്പോഴേക്കും നീണ്ടാവും, അത് ചൂടായിട്ട് എടുത്തിട്ട് പാത്രത്തിലൊക്കെ കെട്ടി പൂട്ടുക പോവുക, അത്രേ ഉള്ളൂ. സോ തലേ ദിവസം തന്നെ പല കാര്യങ്ങളും അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ടെൻഷനില്ല, പ്രഷറില്ല, കുറച്ചും കൂടി ഈസിനെസ് ഉണ്ടാവും രാവിലെ.